ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ്. കേരള പാഠാവലി മലയാളം ഇന്ന് നടന്ന ചോദ്യപേപ്പറിൻ്റെ ഒരു വിശകലനമാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ഇതിനുശേഷം നിങ്ങൾക്ക് ആൻസർ കീ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനാണ്. ആദ്യത്തെ ചോദ്യം, അല്ലല്ലെന്തു കഥയതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതു സുഹൃത ഹാരങ്ങൾ. തന്നിരിക്കുന്ന വരികളിൽ അല്ലൽ എന്ന വാക്കിൻ്റെ അർത്ഥമേത്? അർത്ഥം എന്തെന്നാണ്? അല്ലൽ എന്നാണ് കേട്ടോ. ഭംഗി, ദുഃഖം, ക്ഷമ, അക്ഷമ. അല്ലൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, ദുഃഖമാണ് കേട്ടോ. അപ്പോൾ ഇതിന് എല്ലാത്തിനും ആൻസർ ഞാൻ പറയില്ല, എല്ലാം ആൻസർ കീയിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ആൻസർ കീ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റിലൂടെ ആൻസർ കീ എന്നൊന്ന് അറിയിക്കുക. 2, അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ. ഇടിയൊച്ചകൾ പോൽ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തരിശു നിലങ്ങളിലേക്ക് എന്നുള്ള ഇതിൽ നിന്നാണിത്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വരികൾക്ക് യോജിച്ച ആശയം എന്തെന്നാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. പരുക്കൻ വാക്കുകൾ തൊഴിലാളികളെ കിടിലം കൊള്ളിക്കുന്നു. അവർ ഇടിയൊച്ചകളിൽ ഭയന്നു പോകുന്നു. ജീവിത ദുരിതങ്ങൾ നേരിടാനാകാതെ തളർന്നു പോകുന്നു. സംഘശക്തി കൊണ്ട് പ്രതിസന്ധികളെ തോൽപ്പിക്കുന്നു. അല്ലേ? അപ്പം ഇതിൽ ഏതാണ് എന്നുള്ളത് എഴുതുക. അടുത്തത്, ദൂരം അവരറിഞ്ഞില്ല, സമയം അവരറിഞ്ഞില്ല. അവർ നിറഞ്ഞ ആവേശത്തിലായിരുന്നു, നിറഞ്ഞ പ്രതീക്ഷയിലും. അവരുടെ ഭാവി എത്ര വർണ്ണശബളം. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠത്തിൽ നിന്നും അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അവർ ആവേശത്തിലായിരിക്കാനുള്ള കാരണം എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എത്തിച്ചേർന്നാൽ. അതിൻ്റെ പിരിച്ച് തന്നിട്ടുണ്ട് അല്ലേ. എത്തിച്ചേർന്നാൽ ഉള്ളത് എത്തിച്ചേർന്നാൽ, ഏതുമില്ലാതെ ഏതും ഇല്ലാതെ, മാറിയകന്ന, മാറിയ പ്ലസ് കന്ന, ജനക്കൂട്ടം, ജന പ്ലസ് കൂട്ടം. അപ്പോൾ മുകളിൽ പിരിച്ചെഴുതിയിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ്. അപ്പോൾ ഏതാണ് ശരിയായതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അതെഴുതുക. 2 എണ്ണമാണ് ശരിയല്ലേ ഇതിൽ. നെക്സ്റ്റ് വരുന്നത് 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തരിശു നിലങ്ങളിലേക്ക് എന്നുള്ളതിൻ്റെ 4 ലൈൻസ് തന്നിട്ടുണ്ട്. അറിയുക, ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ, മൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ. തന്നിരിക്കുന്ന വരികളിലെ കാവ്യപരമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതിയാൽ മാത്രം മതി. നമുക്ക് 3 മാർക്കാണ്. 6ാമത് എന്തായിരുന്നു നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യം അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കുക. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു തിരയുയർത്തി. 7ാമത് എയും ബിയും ഉണ്ട് അല്ലേ. അപ്പോൾ 7A അല്ലെങ്കിൽ ബി ചെയ്താൽ മതി. 7A എന്താ? എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൂടാ. അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശമാണ്. ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയാനിടയായ സാമൂഹിക സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു കുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബി എന്താണ്? അച്യുതൻ മാമ എന്ന കഥയിലെ ഒരു സന്ദർഭം ട്രോൾ രൂപത്തിൽ താഴെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പം ആ ട്രോള് നോക്കുക. എന്നിട്ട് അച്യുതൻ മാമ മാധവനോട് ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം, കഥാസന്ദർഭം വിശകലനം ചെയ്ത് വ്യക്തമാക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയത് ഉത്തരം എഴുതാനാണ്. 5 മാർക്കാണ് കേട്ടോ. അപ്പോൾ 8A ചോദിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നുള്ളതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായോ സമകാലിക സാമൂഹികാവസ്ഥകളും കൂടി പരിഗണിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ചെയ്തായിരുന്നു? ബി ചെയ്താലും മതി അല്ലേ. അപ്പോൾ ബിയിൽ നിങ്ങൾക്ക് പത്രവാർത്ത എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുക. എന്താണ്? അച്ഛനെ ഒന്നിനും കിട്ടില്ല, അച്യുതൻ മുത്തച്ഛ. അച്യുതൻ മാമയിൽ നിന്നുള്ളതാണ്. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിനെ മാധവനെ പോലെയുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എഴുതേണ്ടത്. 9ാമത് തരിശു നിലങ്ങളിലേക്ക് എന്നുള്ളതിൽ തന്നെ വീണ്ടും ചോദ്യം ചോദിച്ചിരിക്കുന്നു.
തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് തൊഴിലാളികളുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 10 നിങ്ങൾക്ക് പ്രകൃതി പാഠങ്ങൾ അതേപോലെ തരിശു നിലങ്ങളിലേക്ക് 2-ൽ നിന്നും ചോദ്യം വന്നിരിക്കുന്നുണ്ട്. രണ്ടും നൽകിയിരിക്കുന്ന പാഠസന്ദർഭങ്ങളിലെ ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി നമുക്ക് 11 അമ്മ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. അമ്മ എന്നുള്ളതിൽ നിന്നാണ്. കോലാടിൽ നിന്നും ചോദ്യമുണ്ട്. ഒരിക്കൽ അവളുടെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് ഒരു നെല്ലിക്ക കൊണ്ടുവന്നു. ആ ദിവസം അവളുടെ ഇരുണ്ട അടുക്കളയിൽ നിന്ന് അവൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. കഥാസന്ദർഭങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഊഷ്മളമായ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? വളരുമ്പോൾ കുട്ടികളിലെ മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിപ്പായിട്ട് എഴുതാൻ. ഇനി നമുക്ക് 7 മാർക്കിൻ്റെ വലിയ ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. 7 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പുറത്തിൽ കവിയാതെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 12A സ്വാതന്ത്ര്യം തന്നെ ജീവിതത്തിൽ നിന്നാണ് ചോദ്യം. അതേപോലെ അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശത്തിൽ നിന്നും കോഡ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ജാതിമത മത്സരങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സമാകുന്നുണ്ടോ? തന്നിരിക്കുന്ന സൂചനകളും സമകാലിക സാഹചര്യങ്ങളും ഉൾപ്പെടുത്തി മാറുന്ന സമൂഹം, മാറുന്ന ചിന്തകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കിയോ നിങ്ങൾ? മാറുന്ന സമൂഹം, മാറുന്ന ചിന്തകൾ. അല്ലെങ്കിൽ താഴെ നൽകിയിട്ടുള്ള കഥയുടെ പ്രമേയം, സമകാലിക പ്രസക്തി തുടങ്ങിയവ പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഒരു ആസ്വാദനം തന്നിട്ടുണ്ട് താഴെ. കഥയുടെ പ്രമേയവും അതിൻ്റെ സമകാലിക പ്രസക്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കണമെങ്കിൽ എന്താ തന്നിരിക്കുന്നത്? പ്രായം കൊണ്ട് അവശനായിട്ടും ഗുരു തന്നാലാവുന്ന പണി ചെയ്തു പോന്നു. ചെടി നനയ്ക്കുക, കള പറിക്കുക, ഇതൊക്കെ അദ്ദേഹം ചെയ്യും. ശിഷ്യന്മാർക്കത് വിഷമമായി. തങ്ങളുടെ അപേക്ഷകൾ കൊണ്ടൊന്നും കാര്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞുകൊടുത്ത ബുദ്ധി അനുസരിച്ച് അവർ അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങൾ എടുത്തൊളിപ്പിച്ചു വെച്ചു. അന്നു മുതൽ പക്ഷേ ഗുരു ഭക്ഷണം തൊടാതായി. കാര്യം മനസ്സിലാക്കിയ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങൾ തിരിച്ചെടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നെയാണ് ഗുരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതും തോട്ടപ്പണി ചെയ്തതിൽ പിന്നെ. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അദ്ദേഹം പറഞ്ഞു, പണി ചെയ്തില്ലെങ്കിൽ ഭക്ഷണവുമില്ല. സെൻകഥയാണ്. സെൻകഥ ബുദ്ധമതത്തിൻ്റെ ആത്മീയമായ ഉൾക്കാഴ്ചകളിലേക്ക് വഴികാട്ടുന്ന ചെറുകഥകൾ. അപ്പോൾ 12A നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. താഴെ തന്നിരിക്കുന്നത് വിശകലനം ചെയ്തിട്ട് ഇന്നത്തെ സമകാലിക പ്രസക്തി, അതായത് വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ല വേണ്ടത്, പണിയെടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് അതിലുണ്ട്. അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസറുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ജസ്റ്റ് ആൻസർ കീ വേണമെന്നൊന്ന് പറയുക. ആൻസർ കീ നമ്മൾ തരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്.